എം കെ ഹരിദാസ്, എത്ര വിവരാവകാശ രേഖകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ നിയമസഭാ രേഖയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് സർക്കാർ ഡോക്ടർമാർ ഈ പറയുന്ന പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കേണ്ടത് എന്നുള്ളത്. ഏതാണ്ട് ഒരു 10 വർഷം മുൻപാണ് നമ്മളിങ്ങനെ ഈ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് അത് നിയന്ത്രിക്കണമെന്ന നിർദ്ദേശത്തിന്റെ പേരിൽ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് തടയിടാനുള്ള നീക്കം സർക്കാർ തലത്തിൽ നടത്തിയത്. പക്ഷേ ഈ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിയിട്ട് അത് ആശുപത്രിയുടെ തൊട്ടടുത്ത് ഇങ്ങനെ മുറിയെടുത്ത് അവധിയെടുത്ത് ആളുകളെ സ്വകാര്യ പ്രാക്ടീസിലൂടെ ചികിത്സിച്ച് ലക്ഷങ്ങൾ കൊയ്യുകയാണ്. ഇവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ലെവൽ എന്തായിരിക്കും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിയമമില്ലാണ്ടോ നിയമനിർമ്മാണം നടത്താതെയോ അല്ല. ഇതിലേക്ക് സർക്കാർ ഈ നിയമനിർമ്മാണം നടത്തിയിട്ട് കുറെ പേപ്പറുകളാക്കി മാറ്റുക എന്നല്ലാതെ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കുന്നില്ല. ഒരു ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടയ്ക്ക് ഒരു റെയ്ഡ് നടത്താൻ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അവിടെ കൃത്യമായിട്ട് വരുന്നുണ്ടോ? ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഇത്തരത്തിലെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പരിശോധനകൾ മാൻഡേറ്ററി ആയിട്ട് നടത്താനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിന്റെ പേരിൽ കൃത്യമായി അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഡോക്ടർമാര് തങ്ങൾ പഠിച്ച വിദ്യാഭ്യാസം, അതായത് MBBS എന്ന് പറയുന്ന വിദ്യാഭ്യാസമായാലും അല്ലെങ്കിൽ അതിനോട് തുടർന്നെടുക്കുന്ന മറ്റുള്ള MD അല്ലെങ്കിൽ എന്താ സ്പെഷ്യലൈസേഷനൊക്കെ പൈസ സമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാക്കി മാറ്റുക. അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് കമ്പനി മുതലാളിയുടെ അതേ മാനസികാവസ്ഥയിലേക്ക് നമ്മളുടെ ഡോക്ടർമാർ എത്തിച്ചേരുന്ന, നമ്മുടെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഡോക്ടർമാർ എത്തിച്ചേരുന്ന ഒരവസ്ഥയാണിത് കാണുന്നത്. കാലത്ത് ചുമയും അതും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഓരോ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ മുൻപിലും ചുരുങ്ങിയത് 60-70 പേര് അവരുടെ കൂടെ വന്നവരും തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പണസമ്പാദനത്തിന് വേണ്ടി തങ്ങളുടെ തൊഴിലിനെ മാറ്റുന്ന ഇത്തരം ഡോക്ടർമാർ ഇത്തരം ക്രിയ ചെയ്യുമ്പോൾ അത് ഇവിടുത്തെ ഉത്തരവിന്റെ കുറവിലോ അല്ലെങ്കിൽ നിയമം ഇല്ലാത്തതോ അല്ല. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ നിയമത്തിലും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പരിശോധനകൾ, വിജിലൻസ് സംവിധാനം, ഇതൊക്കെ പിന്നെ എന്തിനാണ് ശ്രീ എം കെ ഹരിദാസ്? അത്തരത്തിൽ നിയമം പാലിക്കാൻ ചിലർ തയ്യാറല്ല എങ്കിൽ നിയമം ഓർമ്മിപ്പിക്കണ്ടേ? നിയമം ഓർമ്മിപ്പിക്കുക മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ വിജിലൻസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ മെഡിക്കൽ, അതായത് ഓരോ ഡിസ്ട്രിക്റ്റിനും ഒരു മെഡിക്കൽ ഓഫീസർ ഇല്ലേ, ആ മെഡിക്കൽ ഓഫീസർക്ക് ഇത്തരത്തിൽ ഒരു 5-6 പേരുടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലുള്ള പ്രാക്ടീസ് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ വിജിലൻസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഇത് ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ഒരു പ്രശ്നമായ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള വഴിവിട്ട സ്വകാര്യ പ്രാക്ടീസ് ഡോക്ടർമാര്, ഈ സർക്കാർ ശമ്പളം പറ്റുന്ന ഡോക്ടർമാര് നടത്തുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ മെഡിക്കൽ ഓഫീസർക്ക്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് വളരെയധികം സാധിക്കുന്ന ഒരു പരിതസ്ഥിതി നിലനിൽക്കെ അതിന് പോലും തയ്യാറാവാതെ ഒരുപാട് ഉത്തരവുകൾ കാലാകാലത്തിൽ ഇറക്കിയത് കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇതിപ്പോ നാളെ നിങ്ങൾ മാതൃഭൂമി ആത്മാർത്ഥമായി ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ ഒരു 2 ദിവസം ഇത് കത്തി നിൽക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഇതൊക്കെ തുടരും ചെയ്യും. നമ്മളുടെ പാവപ്പെട്ട രോഗികൾ, സർക്കാരിന്റെ സേവനം ലഭിക്കേണ്ടവര് വീണ്ടും ഇത്തരത്തില് ഇവരെ സ്വകാര്യ ഇങ്ങനെ ഡോക്ടർമാർ ഇല്ലാത്ത സമയത്ത് കൂടെയുള്ള ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാർക്കോ അതിന്റെ സൂപ്പർവൈസർക്കോ ഒക്കെ പരാതി വേണ്ടതല്ലേ? അവർ അന്വേഷിക്കണ്ടേ? ഇതിപ്പോ ഡോക്ടർ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാവിലെ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കൂടെയുള്ളവരും ശ്രമിക്കുന്നത്. ആനുകൂല്യം കൃത്യമായി പങ്കിട്ടെടുക്കുമ്പോൾ എവിടെയാണെന്ന് അവർക്കൊക്കെ പരാതി ഉണ്ടാവുക. ഈ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള സ്വകാര്യ പ്രാക്ടീസിലൂടെ ലഭിക്കുന്നതിന്റെ ഒരു പങ്ക് പറ്റാൻ ഇത്തരത്തിലുള്ള കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ തയ്യാറാകുന്നതോടുകൂടി തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത് പങ്ക് പറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുക സർക്കാർ ഉദ്യോഗസ്ഥരുടെ എല്ലാ കാലത്തുള്ള ഒരു ചെയ്തിയാണത്. ആ ചെയ്തി ഇവിടെ ആരോഗ്യ മേഖലയിൽ നടക്കുമ്പോൾ ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ കൃത്യമായിട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലായാലും സർക്കാർ ആശുപത്രിയിലായാലും എത്തേണ്ടവര് സ്വകാര്യ പ്രാക്ടീസ് നടത്തുമ്പോൾ അത് പാവപ്പെട്ട രോഗികളെ അങ്ങേയറ്റം ബാധിക്കുന്നു. കാരണം ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള ചികിത്സ തേടി പോകുന്നവര് സമ്പന്നരല്ല, അല്ലെങ്കിൽ മിഡിൽ വരുമാനമുള്ളവരുമല്ല, അങ്ങേയറ്റം പാവപ്പെട്ട ആൾക്കാർ അതിനു വേണ്ടി ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവം നടത്തുന്നവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തണം. സർവീസിൽ നിന്നും അവരെ സസ്പെൻഷൻ അല്ല, അവർ ജീവിതത്തിൽ സർക്കാർ സർവീസിൽ തിരിച്ചു കയറാത്ത വിധത്തിലുള്ള നടപടി എടുക്കാനുള്ള ഒരു ആർജവം സർക്കാർ കാണിക്കണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ എം കെ ഹരിദാസ് പ്രതികരിച്ചതിന്. ഇത്തരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ നേടിയതിനു ശേഷം ജനങ്ങൾക്ക് ചികിത്സയും സേവനവും നൽകേണ്ട സമയത്ത് പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുക എന്ന് പറയുന്നത് അവനവൻ്റെ പ്രൊഫഷനോട് പഠനത്തിനടക്കം സർക്കാർ ചെലവഴിച്ച
കോടികളോട്, അങ്ങനെ പലതിനോടും സമൂഹം നൽകുന്ന കമ്മിറ്റ്മെന്റ്, സമൂഹം നൽകുന്ന സേവനങ്ങൾ, ഇതിനോടൊക്കെയുള്ള വെല്ലുവിളി കൂടിയാണ്.